ഇവരുടെ ആശയങ്ങളോട് യോജിക്കാത്ത മറ്റ് മുസ്ലിം വിഭാഗത്തോട് മാത്രമല്ല ഇവർ കയ്യേറ്റം നടത്തുന്നത്, മറിച്ച് അന്യ മതസ്ഥർക്കെതിരെയും അവർ അക്രമം അഴിച്ചുവിടാറുണ്ട്. ഇതിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പ്രബോധനത്തിന്റെ പേരില് മറ്റ് മതസ്ഥരുടെ വിശ്വാസങ്ങൾക്കെതിരെ തർക്കിച്ചും എതിർത്തും അവരുടെ വിശ്വാസങ്ങളെ കളിയാക്കിയും നിസാരപ്പെടുത്തിയും ഇവരുടെ രീതികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഐസിസ്, അൽ ഖായിദ പോലെയുള്ള തീവ്രവാദി സംഘടനകളുടെ ഒരു ഉത്ഭവസ്ഥാനം യഥാർത്ഥത്തിൽ വഹാബിസം ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ബഹുദൈവ ആരാധന അല്ലെങ്കിൽ ഷിർക്ക് എന്ന് പറയപ്പെടുന്ന ദൈവത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കു ചേർക്കൽ, അതിനെ എതിർക്കുന്നതിനാണ് ജിഹാദി സലഫിസം എന്ന് പറയുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്നത്. അതായത് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില ആളുകളെ അവിശ്വാസികളായി പ്രഖ്യാപിക്കുകയും പിന്നീട് അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള കലാപങ്ങൾ ജിഹാദ് എന്ന ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി പുണ്യപ്രവൃത്തിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നോട്ടപ്പുള്ളികളാകേണ്ടതിൽ വഹാബിസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വഹാബിസത്തിന്റെ അടിത്തറക്ക് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരുപാട് പണ്ഡിതന്മാർ ആ ഒരു പ്രസ്ഥാനം പിൽക്കാലത്ത് വിട്ടൊഴിഞ്ഞ് അവർക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് ഹാത്തിം അൽ-ഔനി. كما ذكرت لك باعتقاد أنهم هم الذين حصروا منهج السلف